Addition of fractions, like fractions name, unlike fractions name addition ഉണ്ട്. Like fractions addition വരുമ്പോൾ simple ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. 1/5 plus 2/5 എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇത് രണ്ടും ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. രണ്ട് ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. 1 + 2 എന്നിട്ട് ഡിനോമിനേറ്റർ സെയിം തന്നെ എഴുതാം. by 5 equal to 1 + 2 3. 3/5 ആയിരിക്കും ഇതിന്റെ ആൻസർ. അതായത് ന്യൂമറേറ്റേഴ്സ് മാത്രം ആഡ് ചെയ്യുക, ഡിനോമിനേറ്റർ അത് തന്നെ എഴുതാം. ഇനി അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണെങ്കിൽ 1/5 plus 2/3 ആണെങ്കിൽ ഇവിടെ 1/5 ഉം 2/3 ഉം വരുമ്പോൾ രണ്ടും ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഇത് എന്ത് പറയും? അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയും. അപ്പൊ ഈ അൺലൈക്ക് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടി ആദ്യം രണ്ട് ഡിനോമിനേറ്റേഴ്സിന്റെയും LCM കണ്ടുപിടിക്കാം. ഡിനോമിനേറ്റേഴ്സിന്റെ രണ്ടിന്റെയും LCM കണ്ടുപിടിക്കുക. 5-ന്റെയും 3-യുടെയും. 5-ന്റെയും 3-യുടെയും LCM 15 ആണ്. 5 × 3 15 ആണ് LCM. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ രണ്ട് ഫ്രാക്ഷൻസും 15 ഡിനോമിനേറ്റർ വരുന്ന രീതിയിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ, 15 ഡിനോമിനേറ്റർ വരുന്ന രീതിയിലേക്ക് മാറ്റി എഴുതാം. 1/5നെ ഡിനോമിനേറ്റർ 15 ആക്കിയാൽ 5നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 15 എഴുതാം. അതേപോലെ 1നെയും എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ 1നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3/15 എന്ന് കിട്ടും. നെക്സ്റ്റ് 2/3നെ നമ്മൾ 15 ഡിനോമിനേറ്റർ ആക്കി മാറ്റി എഴുതുന്ന സമയത്ത് 2/3 is equal to 15 ഡിനോമിനേറ്റർ ആക്കണമെങ്കിൽ 3യെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം into 5. സെയിം ടൈം ന്യൂമറേറ്റർ 2നെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് 10/15 എന്ന് കിട്ടും. ഇനി നമുക്ക് സാധാരണ ആഡ് ചെയ്യുന്നത് പോലെ 3/15 ഉം 10/15 ഉം തമ്മിൽ ആഡ് ചെയ്യാം. ഇതിന്റെ രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഇപ്പൊ സെയിം ആയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റേഴ്സ് മാത്രം ആഡ് ചെയ്താൽ മതി. ഡിനോമിനേറ്റർ 15 തന്നെ എഴുതാം. 3 + 10 equal to 13/15. 13/15. ഇതേപോലെ തന്നെ ഇതിന്റെ സബ്ട്രാക്ഷനും വരുന്നത്. ഓക്കെ, ഇതിപ്പം അഡീഷന്റെ കേസ് ആയതുകൊണ്ട് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുന്നു. ഇനി സബ്ട്രാക്ഷൻ ആണെങ്കിൽ ഇതേപോലെ നമ്മൾ LCM കണ്ടുപിടിക്കുക. കോമൺ LCMലേക്ക് ഡിനോമിനേറ്റേഴ്സ് കൺവേർട്ട് ചെയ്ത് എഴുതാം. എന്നിട്ട് ഫ്രാക്ഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ഫ്രാക്ഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ലൈക്ക് ഫ്രാക്ഷൻസ് ആണെങ്കിൽ ഇപ്പോ 7/9 - 3/9 ആണെങ്കിൽ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരിക്കും. എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 7 - 3/9. ഡിനോമിനേറ്റർ അത് തന്നെ എഴുതുക. ഈക്വൽ ടു 4/9 എന്ന് ആൻസർ കിട്ടും. ഇനി അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണെങ്കിൽ അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണെങ്കിൽ 5/7 minus 1/3 എന്നാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 3ന്റെയും 7ന്റെയും LCM കണ്ടുപിടിക്കാം. LCM of 3 and 7.
3ന്റെയും 7ന്റെയും LCM 21 ആണ്. രണ്ടും പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് LCM കണ്ടുപിടിക്കാൻ അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3ന്റെയും 7ന്റെയും LCM 21. ഇനി 5/7 നമ്മൾ എന്ത് ചെയ്യണം? 21 ഡിനോമിനേറ്റർ ആയി വരുന്ന രീതിയിൽ മാറ്റി എഴുതാം. 5/7 is equal to 21 ഡിനോമിനേറ്റർ ആവണമെങ്കിൽ 7നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 7നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 5നെയും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. Then it is equal to 15/21. 15/21 കിട്ടും. നെക്സ്റ്റ് 1/3 നമ്മൾ 21 ഡിനോമിനേറ്റർ ആക്കി മാറ്റി എഴുതുന്ന സമയത്ത് 1/3 is equal to ഡിനോമിനേറ്റർ 21 ആവണമെങ്കിൽ 3യെ നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 7 കൊണ്ട് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനെയും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 7 equal to 7/21. ഇനി നമ്മൾ സാധാരണ സബ്ട്രാക്ട് ചെയ്യുന്നത് പോലെ 15/21 minus 7/21 equal to ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. 15 minus 7/21 equal to 8/21. 8/21. ഓക്കെ. ഇനി ഇതേപോലെ 3 ഫ്രാക്ഷൻസ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം? 3ന്റെയും LCM കണ്ടുപിടിക്കുക. എന്നിട്ട് ആ LCMലേക്ക് 3 ഫ്രാക്ഷൻസിനെയും കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്യുമ്പോൾ LCM ആകാൻ വേണ്ടി ഡിനോമിനേറ്റർ LCM ആകാൻ വേണ്ടി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ ഫ്രാക്ഷന്റെ വാല്യൂവിൽ വ്യത്യാസം വരും. എന്നിട്ട് എന്ത് ചെയ്യും? ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കി മാറ്റിയതിനു ശേഷം അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാം. ഓക്കെ. 2 ക്വസ്റ്റ്യൻസ് തരട്ടെ ചെയ്ത് നോക്കാൻ. എഴുതിക്കോ. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ. 1/3 plus 1/4 എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. 1/3 plus 1/4. നെക്സ്റ്റ് 4/5 minus 1/3. ഇത് രണ്ടും ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിയേ. 1/3 plus 1/4 ഉം 4/5 minus 1/3. First question 1/3 plus 1/4. ഇതിൽ ആദ്യം നമ്മൾ 3ന്റെയും 4ന്റെയും LCM കണ്ടുപിടിക്കുക. 3ന്റെയും 4ന്റെയും LCM of 3 and 4 രണ്ടിന്റെയും LCM 12 ആയിരിക്കും. ഇനി 1/3യെ 12 LCM 12 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന രീതിയിലേക്ക് മാറ്റി എഴുതുക. അതിനാദ്യം നമ്മൾ 3നെ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സെയിം ടൈം ന്യൂമറേറ്റർ 1നെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈക്വൽ ടു 4/12 എന്ന് കിട്ടും. ഓക്കെ. ഇനി 1/4നെ 12 ഡിനോമിനേറ്റർ ആക്കി മാറ്റി എഴുതുന്ന സമയത്ത് നമ്മൾ 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്ത് കിട്ടുക? 12 കിട്ടുക. അതേസമയം 1നെയും ന്യൂമറേറ്റർ 1നെയും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് 3/12 എന്ന് കിട്ടും. ഇനി നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ 4/12 plus 3/12 equal to
4 plus 3 by 12 equal to 7 by 12 എന്ന് ആൻസർ കിട്ടും. മിസ് എനിക്കത് കിട്ടി. കിട്ടിയായിരുന്നോ? ബാക്കിയുള്ളവർക്കും കിട്ടിയോ? 7 by 12. സത്യം പറഞ്ഞ മിസ് പറയുന്ന ഒരു രീതിയും ഞാൻ ചെയ്തില്ല. ഞാൻ ഏതൊക്കെയോ എഴുതിയത്. അടുത്തത് സബ്ട്രാക്ഷൻ. ഏതായിരുന്നു? 4 by 5 minus 1 by 3. 4 by 5 minus 1 by 3. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 4ന്റെയും 5ന്റെയും 3ന്റെയും LCM കണ്ടുപിടിക്കണം. 5ന്റെയും 3ന്റെയും LCM 15 ആയിരിക്കും. ഓക്കെ, ഇനി 4 by 5നെ 15 LCM വരുന്ന രീതിയിൽ മാറ്റി എഴുതാം. അതിന് നമ്മൾ 5നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 15 ആവാൻ വേണ്ടി. സെയിം ടൈം 4നെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 into 3 equal to 12 by 15 കിട്ടും. ഇനി 1 by 3നെ നമ്മൾ സെയിം ടൈം എന്ത് ചെയ്യുന്നു? 15 ഡിനോമിനേറ്റർ ആക്കി മാറ്റി എഴുതുന്നു. 15 ഡിനോമിനേറ്റർ ആവണമെങ്കിൽ 3യെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സെയിം ടൈം നമ്മൾ 1നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5 by 15 എന്ന് കിട്ടും. 5 by 15 എന്ന് കിട്ടും. നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ ലൈക്ക് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുന്നത് പോലെ 12 by 15 പ്ലസ് മൈനസ് അല്ലേ ഇവിടെ? 12 by 15 മൈനസ് 5 by 15 equal to 12 minus 5 by 15 equal to 7 by 15 എന്ന് കിട്ടും. കിട്ടിയായിരുന്നോ? 7 by 15. 4 by 15 കിട്ടിയത്. 4 by 15. സാരമില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. അതിൽ കുറെ സബ്ട്രാക്ഷന്റെ ഫൈൻഡ് ദ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് കുറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അഡീഷൻ വലിയ പ്രശ്നം ഉണ്ടാവില്ല, സബ്ട്രാക്ഷൻ ആയിരിക്കും ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ പേജ് നമ്പർ 154ലെ ഫൈൻഡ് ദ ഡിഫറൻസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാം. രണ്ട് ക്വസ്റ്റ്യൻ കൂടി. ഏത്? ഡിഫറൻസിന്റെ ഫൈൻഡ് ദ ഡിഫറൻസ്. ഡിഫറൻസ് ഫൈൻഡ് ദ ഡിഫറൻസ് രണ്ട് ക്വസ്റ്റ്യൻ കൂടി. രണ്ട് ക്വസ്റ്റ്യൻ അല്ലല്ലോ, ബാക്കി കുറെ ഉണ്ടല്ലോ. അല്ല, രണ്ട് ക്വസ്റ്റ്യൻ കൂടി ചെയ്യാന്നോ ക്ലാസ്? രണ്ട് ക്വസ്റ്റ്യൻ കൂടി ചെയ്യാന്നോ? ചെയ്യിക്കൂന്ന്. എന്നാ ഓക്കെ, അതിലെ 5 by 8 മൈനസ് ഒന്നും കൂടി ചെയ്തു തരാം. 5 by 8 എന്റെ കൂടെ തന്നെ എഴുതിക്കോ. മൈനസ് 4 by 7. 5 by 8 മൈനസ് 4 by 7. ആദ്യം എന്ത് ചെയ്യണം? 8ന്റെയും 7ന്റെയും LCM എത്ര? 8ന്റെയും 7ന്റെയും LCM 8ന്റെയും 7ന്റെയും LCM 56. 56. മിസ് അപ്പോൾ LCM എടുക്കുന്ന ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് വേറെ LCM, അതായത് വേറെ മൾട്ടിപ്പിൾസ് ഒന്നും വരുന്നില്ലെങ്കിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഇപ്പൊ അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ് 8 and 7, പിന്നെ രണ്ട് പ്രൈം നമ്പേഴ്സ് വരുന്നുണ്ടെങ്കിൽ ആ കേസസ് ഒക്കെ രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി 5 by 8നെ നമ്മൾ 56 ഡിനോമിനേറ്റർ ആക്കി മാറ്റി എഴുതുന്നു. 5 by 8 is equal to
56 ഡിനോമിനേറ്റർ ആക്കണമെങ്കിൽ 8നെ നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ 5നെയും നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 35 എന്ന് കിട്ടും. 35/56. ഇനി 4/7നെ നമ്മൾ 4/7നെ 56 ഡിനോമിനേറ്റർ ആക്കി മാറ്റി എഴുതുന്ന സമയത്ത് 7നെ 8 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സെയിം ടൈം 4നെയും നമ്മൾ എന്ത് ചെയ്യണം? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽ ടു 48 32/56. ഇനി നമ്മൾ സാധാരണ സബ്ട്രാക്ട് ചെയ്യുന്നത് പോലെ 35/56 മൈനസ് 32/56 ഈക്വൽ ടു 35 മൈനസ് 32/56 equal to 35 minus 32 3 3/56 എന്ന് കിട്ടും. 3/56 മനസ്സിലായോ? എന്നാ അതിൽ ബാക്കിയുള്ളത് ഇതിന് എല്ലാരും എഴുതിയെടുത്തായിരുന്നോ? ബാക്കിയുള്ളത് നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക. സബ്ട്രാക്ഷൻ. ഓക്കെ, അതിൽ ആ സിംപ്ലിഫൈ ഫോർ ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് 3 എണ്ണം വരുന്നതുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഡെസിമൽസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ചെയ്ത് കഴിഞ്ഞ ശേഷം ആൻസർ കിട്ടിയാൽ അയച്ചു തരണേ. ഓക്കെ, ബൈ.